ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഭാഗം നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ശിവാനിക്ക് സൈനിങ് അതോറിറ്റി കിട്ടിയതിൻ്റെ ഇതിൽ നടക്കുകയാണല്ലോ ശിവാനി എങ്ങനെ വെട്ടിക്കാന്ന് നോക്കിയിട്ട്. അപ്പോൾ ആദ്യത്തെ വെട്ടിപ്പാൻ ഐശ്വര്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി നോക്കുമ്പോൾ സാധനങ്ങളൊക്കെ ലോഡ് കയറ്റി പോകണമൊക്കെ ഉണ്ട് കേട്ടോ. രണ്ടുപേര് നിന്നിട്ട് മാനേജരും വേറെ ആളും കൂടി നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നേരെ ശിവാനി അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അവരെ വിളിക്കും. അപ്പോൾ അവർ ശിവാനിക്ക് ആശംസകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം പുതിയ ചാർജ് എടുത്തതല്ലേ. അപ്പോൾ ശിവാനി വലിയ ഗമയൊന്നും വിടണില്ല, അങ്ങനെ വലിയ വർത്തമാനത്തിൽ നിൽക്കണം. എന്നിട്ട് ചോദിക്കേണ്ട മാനേജറോട് ഇതൊക്കെ എവിടേക്ക് എടുത്തിട്ട് പോകാമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാനേജർ പറയും ഇത് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതാരാന്ന് ചോദിക്കും മറ്റാളോട്. അപ്പോൾ മറ്റാളെ കാണിച്ചിട്ട് അപ്പോൾ പറയും ഇത് നമ്മുടെ മെറ്റീരിയൽ സപ്ലയറാണ്, വർഷങ്ങളായിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നമ്മൾ എടുക്കണേ, കറക്റ്റായിട്ട് മെറ്റീരിയൽ എത്തിക്കുകയും ചെയ്യും, മാത്രമല്ല നല്ല റീസണബിൾ പ്രൈസിൽ നമുക്ക് കിട്ടുകയും ചെയ്യും എന്ന് പറയും കേട്ടോ. നമ്മൾ 3-4 കോടിയുടെ ബിസിനസ് ഒരു വർഷത്തിൽ ചെയ്യാറുണ്ട് ഇദ്ദേഹമായിട്ട് എന്ന് പറയും. അപ്പോൾ ശിവാനി കൊള്ളാലേ, 3-4 കോടിക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവനിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കണം കേട്ടോ. പക്ഷേ മാനേജറെ ഒഴിവാക്കണമല്ലോ. അപ്പോൾ മാനേജറോട് പറയും, മാനേജർ പോയിട്ട് ഓഫീസിൽ ഡ്യൂട്ടി നോക്കിക്കോളാൻ പറയും കേട്ടോ. അല്ല മേഡം ഇത് നോക്കിയിട്ട് പോവാം, ഈ ലോഡ് നോക്കിയിട്ട് പോവാം, അതൊക്കെ ഞാൻ ഉണ്ടല്ലോ ഇവിടെ, ഞാൻ നോക്കിക്കോളാം, പോയി പറഞ്ഞ പണി ചെയ്താൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ മാനേജർ മെല്ലെ അവിടെ പോവും. പക്ഷേ കുറച്ചാണ്ട് പോയിട്ട് അദ്ദേഹം അവിടെ നിൽക്കണം, ആൾക്കൊരു സംശയം തോന്നിയിട്ടോ. അപ്പോൾ ഇവർ സംസാരിക്കണം കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ശിവാനി പറയും, മറ്റേ സപ്ലയറിൻ്റെ അടുത്ത് പറയും, ഇനി നിങ്ങൾ ഇവിടെ സാധനം ഇറക്കണ്ട, ഞാൻ തീരുമാനിച്ചോളാം, ഞാനിവിടുത്തെ ഇപ്പോൾ ചാർജ് ഞാൻ തീരുമാനിക്കാം ആരുടെ സാധനം ഇറക്കണ്ടേന്ന് പറയും കേട്ടോ. അയ്യോ മേഡം എന്താ പെട്ടെന്ന് അങ്ങനെ പറയണേ, ഞാൻ ഇവിടെ ആയിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണെന്നൊക്കെ പറയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ മേഡം, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ ബിസിനസ്സിനെ അത് ബാധിക്കും മേഡം എന്ന് പറയുന്നത്. ഓ അങ്ങനെയാണോ, എന്നാൽ പിന്നെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയും. എന്നിട്ട് പറയും, എന്നാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളിവിടെ ബിസിനസ് വയ്ക്കാൻ കൊട്ടേഷൻ ഉണ്ടല്ലോ, അതിലെനിക്ക് 10% കമ്മീഷൻ വേണമെന്ന് പറയട്ടോ. അപ്പോൾ അയാൾ ഞെട്ടും, മാനേജറും കേൾക്കുന്നുണ്ട് നമ്മുടെ. അപ്പോൾ ആൾ ഞെട്ടി നിൽക്കുക കേട്ടോ. ഇതെന്താ, അപ്പോൾ മേഡം കമ്മീഷനോ, ഇത് നിങ്ങളുടെ കമ്പനിയല്ലേ, എന്നിട്ട് നിങ്ങളെന്നെ കമ്മീഷൻ ചോദിക്കുകയാണോ എന്ന് ചോദിക്കട്ടെ. അതിനെന്താ, കമ്മീഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ മെറ്റീരിയൽ ഇറക്കിക്കോ, ഇല്ലെങ്കിൽ ഇനി സപ്ലൈ ചെയ്യേണ്ട, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ നിർത്തിയിട്ട് പോക്കോ, ഇനി മാവിൽ ഇവിടുന്ന് ഒരു ഓർഡർ നിങ്ങൾക്ക് തരൂല എന്ന് പറയും കേട്ടോ. അപ്പോൾ അയാൾ വിളിച്ചിട്ട്, അയ്യോ അങ്ങനെ വേണ്ട മേഡം, നിങ്ങളുടെ ഓർഡർ എനിക്ക് ഭയങ്കര വിലപ്പെട്ടതാണെന്ന് പറയും. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോൾ കൊട്ടേഷൻ വയ്ക്കുമ്പോൾ 25 ടണ്ണ് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ 20 ടണ്ണിൻ്റെ കാണിച്ചിട്ട് ബാക്കി ഇവിടെ ബില്ല് ഇവിടെ കൊടുക്കാം മൊത്തം, എന്നിട്ട് 20 ടണ്ണിൻ്റെ കണക്ക് കൊടുത്തിട്ട് ബാക്കി 5 ടണ്ണിൻ്റെ പൈസ ഞാൻ അക്കൗണ്ട് തരാം, അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്ന് പറയട്ടോ. പറ്റുമോ, പറ്റിയെങ്കിൽ ഓക്കെ, പറ്റിയെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ അയാൾ പറയാം ഓക്കെ മേഡം എന്ന് പറയും കേട്ടോ. അപ്പോൾ മാനേജർ ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ അയാൾ പോയപ്പോൾ ശിവാനി ഹാപ്പി ആയിട്ടിരിക്കും. ഫസ്റ്റ് ഡീലിങ് പൊളിച്ചു, 10% കമ്മീഷൻ വേണ്ടി ത്രില്ലടിച്ച് നിൽക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ മാനേജറുടെ അടുത്ത് 2 പേര് വന്ന് സംസാരിക്കുന്നുണ്ട്, വസുവിനെ അന്വേഷിക്കണേ. അപ്പോൾ പറയാം വസുന്ധരയില്ലെന്ന് ചോദിക്കുമ്പോൾ മേഡം ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയും കേട്ടോ. എനിക്ക് സംസാരിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ വസുവിൻ്റെ അടുത്ത് മാനേജർ ആദ്യം പോയിട്ട് പറയും, ഇങ്ങനെ 2 പേര് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ വിളിക്കാൻ പറയും കേട്ടോ. എന്നിട്ട് മേഡം ഞങ്ങൾ ആ കാര്യം പറയാൻ വന്നതാന്ന് പറയുമ്പോൾ പറയും, എന്നാൽ മാനേജർ ഒഴിവാക്കും കേട്ടോ. എന്നിട്ട് അപ്പോൾ ശിവാനി ഇതെന്തിനാപ്പോൾ വസുന്ധരാൻ്റെ കാണാൻ പോണേന്ന് ചോദിച്ചിട്ട് ശിവാനി അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞ് കേൾക്കാൻ വേണ്ടി ശിവാനിയും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാനേജർ പുറത്തേക്ക് മാനേജർ പോയി. അപ്പോൾ ശിവാനി അവിടെ വാതിലിൻ്റെ അവിടെ ചെന്ന് നോക്കി നിൽക്കണ്ടേ. അപ്പോൾ വസുവിനോട് പറയുന്നുണ്ട്, വസു ഇവിടുത്തെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു വർക്ക് മറച്ച് വിറ്റിട്ട് 50 ലക്ഷം രൂപ അതിന് കമ്മീഷൻ മേടിക്കണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശിവാനി ഞെട്ടും. അപ്പോൾ അവർ പറയുന്നുണ്ട്, മേഡം നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ വർക്ക് ഞങ്ങൾക്ക് കിട്ടിയല്ലോ, ആ വർക്കിന് നിങ്ങളുടെ കമ്മീഷനായ പൈസ എങ്ങനെ തരേണ്ടത്, ബ്ലാക്ക് ആയിട്ടാണോ വൈറ്റ് ആയിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് ആയിട്ട് മതി, വൈറ്റ് ആയിട്ടൊന്നും വേണ്ടാന്ന്, നാളെ വന്നിട്ട് പൈസ തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് വേണ്ട, നമ്മൾ സാധാരണ ഡീൽ ചെയ്യണ സ്ഥലമല്ലേ, അവിടേക്ക് തന്നെ വന്നാൽ മതി എന്ന് പറയും. ഇത് ഹോട്ടലിൻ്റെ പേര് പറയുന്നുണ്ട് കേട്ടോ. അവിടേക്ക് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവാനി ഇത് പുറത്തുനിന്ന് കേട്ട് കണ്ണ് തള്ളിയിരിക്കുന്നുണ്ട് കേട്ടോ. എന്ത് 50 ലക്ഷം രൂപയോ, ഞാനിപ്പോൾ ആരായി, ഞാൻ ഏറ്റവും വലിയ ബുദ്ധിശാലി എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ആരായി, വെറും 10% കമ്മീഷൻ. ആൻറ്റി ഇതിലും വലിയ ബുദ്ധിമതിയോ, ശരിയാക്കി തരാം ആൻറ്റി, ഇത് എങ്ങനെയായാലും ഞാൻ പൊളിച്ചെടുക്കും, ഈ പൈസ ഞാൻ എൻ്റെ കയ്യിൽ വരുത്തിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവർ വരുമ്പോഴേക്കും ശിവാനിയോട് മാറി നിൽക്കുകയാണേ. എന്നിട്ട് ശിവാനി നേരെ ഇട്ടിട്ട് 2 ഗുണ്ടകളെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും CKCയോട് പറഞ്ഞിട്ട് ആൾക്കാരെ റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആളെ വിളിച്ചിട്ട് വയ്ക്കും, CKC ഞങ്ങളുടെ ഞാൻ കാര്യം പറഞ്ഞിരുന്നു, നാളെ എന്തെങ്കിലും പറഞ്ഞു വയ്ക്കും. അതെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. എന്താ മേഡം പറഞ്ഞോളൂ എന്ന് പറയും. അപ്പോൾ നാളെ ഇങ്ങനെ വസുന്ധരേൻ്റെക്ക് പൈസ കൊടുക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്, ഇവിടുന്ന് മറച്ചു കൊടുത്തിട്ടുള്ള ഇതിൻ്റെ കമ്മീഷനാണ്, ആ പൈസ നിങ്ങൾ അടിച്ചു മാറ്റിയിട്ട് എൻ്റെ കയ്യിൽ കൊടുന്നു തരണം എന്ന് പറയും. ഇതും നമ്മുടെ മാനേജർ കേൾക്കും കേട്ടോ. മാനേജർ ആ അന്തം വിട്ട് നിൽക്കുകയാണ്, ഇതിപ്പോൾ ആരെങ്കിലും അറിയിച്ചില്ലെങ്കിൽ പ്രശ്നമാവുമല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ശിവാനി ഇത് കണ്ടിട്ടില്ല. അങ്ങനെ കൈയിട്ട് വാരി മാത്രമല്ല വസുവിനോട്ട് പണി കൊടുക്കാൻ പോകുന്നുണ്ട് ശിവാനി. എന്നിട്ട് കൊട്ടേഷൻ കൊടുത്ത് സമാധാനമായിട്ടിരിക്കുകയാണ്. CKC ഞങ്ങളുടെ പിള്ളേരല്ലേ, എന്തായാലും പൈസ കിട്ടും എന്നുള്ള ഉറപ്പിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.